നമസ്കാരം. ഗ്രാൻഡ് സൊല്യൂഷൻസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് സൂപ്പർ മാർക്കറ്റ്, ഹൈപ്പർ മാർക്കറ്റ് ഫേസ് ചെയ്യുന്ന വലിയൊരു പ്രശ്നമാണ് ഡെഡ് സ്റ്റോക്ക്. എല്ലാവർക്കും അറിയാം, എല്ലാ ഷോപ്പിലും ആ പ്രശ്നമുണ്ട്. ചെറുതല്ല വലുതല്ല, ഹൈപ്പർ ആയിക്കോട്ടെ, ഏത് ഷോപ്പിലാണേലും ഈ ഡെഡ് സ്റ്റോക്ക് എന്ന് പറയുന്നത് വലിയൊരു ചോദ്യചിഹ്നമാണ്. ഒരു വ്യാപാരിയുടെ മുന്നിൽ, അല്ലെങ്കിൽ ഒരു സൂപ്പർ മാർക്കറ്റിന്റെ അല്ലെങ്കിൽ ഹൈപ്പർ മാർക്കറ്റിന്റെ മാനേജ്മെന്റിന്റെ മുന്നിൽ ഈ ഡെഡ് സ്റ്റോക്ക് ഒരു വലിയ ചോദ്യചിഹ്നമാണ്. എന്താണ് ഈ ഡെഡ് സ്റ്റോക്ക് ഇല്ലാതാക്കാൻ ചെയ്യാൻ പറ്റുന്നൊരു പരിഹാരം? ഇപ്പം എല്ലാവരും ചെയ്യുന്നത് ഓഫർ സെയിലിൽ വിറ്റ് തീർക്കുക എന്നുള്ളതാണ്. അത് ചിലർക്ക് സക്സസ് ആവും, മറ്റു ചിലർ വാങ്ങിയ വിലയെക്കാട്ടിലും അല്ലെങ്കിൽ ലാൻഡിങ് അല്ലെങ്കിൽ കോസ്റ്റിനെക്കാട്ടിലും താഴെ വിറ്റ് തീർക്കുന്ന ഒരു രീതി കണ്ടുവരുന്നുണ്ട്. അത് ഈ മുങ്ങുന്ന കപ്പലിലേക്ക് വീണ്ടും വെള്ളം കോരി ഒഴിക്കുന്ന രീതിയാണ്. മുങ്ങി പോവുകയുള്ളൂ, പൊങ്ങി വരികയില്ല. അപ്പം ഈ ഡെഡ് സ്റ്റോക്ക് എങ്ങനെ പരിഹരിക്കാം? വളരെ എക്സ്പീരിയൻസ് ഉള്ള സ്റ്റാഫിനെ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രശ്നം ഒരു പരിധിവരെ സോൾവ് ചെയ്യാൻ പറ്റും. എക്സ്പീരിയൻസ് ഇല്ലാത്ത സ്റ്റാഫ് പർച്ചേസ് കൈകാര്യം ചെയ്യുമ്പോഴാണ് ഡെഡ് സ്റ്റോക്ക് വരുന്നത്. ആ പോയിന്റ് ആദ്യം മനസ്സിലാക്കുക. പർച്ചേസിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന സ്റ്റാഫ്, അയാളുടെ എക്സ്പീരിയൻസ് നമുക്ക് ഗുണം ചെയ്യും. ഈ എക്സ്പീരിയൻസ് ഇല്ലാത്ത സ്റ്റാഫിനെ കൊണ്ട് പർച്ചേസ് ചെയ്യുമ്പോഴാണ് ഡെഡ് സ്റ്റോക്ക് വളരെയധികം കൂടുന്നത്. അത് ഒരു റണ്ണിങ് സൂപ്പർ മാർക്കറ്റ് ആണെങ്കിൽ, ഒരു പുതിയ ഹൈപ്പർ മാർക്കറ്റോ സൂപ്പർ മാർക്കറ്റോ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഡെഡ് സ്റ്റോക്ക് ഇല്ലാതെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും? നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. പുതിയ സൂപ്പർ മാർക്കറ്റ് തുടങ്ങുമ്പം ഈ ഓഫർ സോണിനും ഓഫർ ഏരിയയ്ക്കും ഓഫർ സെയിലിനും എല്ലാവരും ഇമ്പോർട്ടൻസ് കൊടുക്കും. ഇന്ന് നമ്മളുടെ കസ്റ്റമേഴ്സിന് ഏറ്റവും ആവശ്യം ഓഫർ ഐറ്റമാണ്. ഈ ഓഫർ ഐറ്റം ഒരു ഡസനോ 2 ഡസനോ എടുത്തു വെച്ചാൽ ഒരു ബിന്നിന് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റിയെന്ന് വരികയില്ല. 5, 10, 20 ബോക്സ് എടുത്ത് വെച്ച് ഡിസ്പ്ലേ ചെയ്യേണ്ടി വരും. അപ്പം സ്റ്റോക്ക് കൂടുതലാവും. അത് വിറ്റു പോകുമോ ഇല്ലയോ? എങ്ങനെയാണ് അത് പരിഹരിക്കാം? എങ്ങനെ പഠിക്കാം? ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മളുടെ കോമ്പറ്റീറ്റർ ആരാണോ, നമ്മളുടെ കോമ്പറ്റീറ്ററെ തറോ ആയിട്ട് നമുക്ക് പഠിക്കാൻ ശ്രമിക്കുക. കോമ്പറ്റീറ്ററിന്റെ രീതികളെ പറ്റി പഠിക്കുക. അവിടുത്തെ ഫാസ്റ്റ് മൂവിങ് ഐറ്റങ്ങളെ പറ്റി പഠിക്കുക. അവർക്ക് സെയിലാകുന്ന ഐറ്റംസ് നമ്മൾ വെക്കേണ്ടി വരും. ഇപ്പം ബ്രാൻഡ് കമ്പനികളുടെ ഐറ്റം നമുക്ക് വെക്കാതിരിക്കാൻ പറ്റില്ല. പക്ഷെ ബ്രാൻഡ് അല്ലാത്ത, ഫുഡുമല്ലാത്ത നോൺ ഫുഡ് ഐറ്റംസിൽ ഓഫർ ഇടുമ്പം ഈ ഓഫർ കസ്റ്റമേഴ്സിന് അട്രാക്റ്റീവ് ആകുമോ ഇല്ലയോ എന്ന് ഫോർകാസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി, എക്സ്പീരിയൻസ് ഉള്ള ഒരു പർച്ചേസർക്ക് സാധിക്കും. ഏരിയ പഠിക്കുക, കോമ്പറ്റീറ്ററെ പഠിക്കുക, പ്രോഡക്റ്റ് പഠിക്കുക, പ്രോഡക്റ്റുമായി വരുന്ന സപ്ലയറോട് ദീർഘമായ ഒരു ചർച്ച ഈ പ്രോഡക്റ്റിനെ പറ്റി നടത്തുകയും മറ്റ് ഷോപ്പുകളിൽ ഇതിന് കിട്ടുന്ന സെയിലിനെ പറ്റി പഠിക്കുകയും ചെയ്തു കഴിഞ്ഞാലൊക്കെ നമുക്ക് ഡെഡ് സ്റ്റോക്ക് വളരെ കുറച്ച് കൊണ്ടുവരാൻ സാധിക്കും. നല്ല ഡിസ്പ്ലേ ആണ് ഒരു സൂപ്പർ മാർക്കറ്റിന്റെ ഏറ്റവും വലിയ വിജയത്തിന് പിന്നിൽ. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ നല്ല ഡിസ്പ്ലേ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ക്വാണ്ടിറ്റി കൂട്ടി പർച്ചേസ് ചെയ്യണം. ക്വാണ്ടിറ്റി കൂട്ടി പർച്ചേസ് ചെയ്താൽ ഡെഡ് സ്റ്റോക്ക് ആകാനും പാടില്ല. അപ്പം ഇത് വളരെ ഫോർകാസ്റ്റ് ചെയ്ത് പഠിച്ച് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ഡെഡ് സ്റ്റോക്ക് ഉണ്ടാവും. ഈ ഡെഡ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പനിയെ, അല്ലെ നമ്മുടെ സൂപ്പർ മാർക്കറ്റിനെ, ഹൈപ്പർ മാർക്കറ്റിനെ നശിപ്പിച്ച് കളയുന്ന ഒരു സംഭവമാണ്. ക്യാഷ് കൊടുത്ത് വാങ്ങിച്ച് അവിടെ വെച്ചിരിക്കുക. നമ്മൾ ക്യാഷ് ബാങ്കിലോ ക്യാഷ് ബോക്സിലോ നമ്മുടെ സപ്ലയർക്കോ കൊടുക്കുന്നതിന് പകരം ആ ക്യാഷ് നമ്മുടെ റാക്കിൽ വെച്ചിരിക്കുന്നതിന് തുല്യമാണ്. ഓരോ ഹൈപ്പർ മാർക്കറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ എത്രയോ പ്രോഡക്റ്റുകളാണ് ഡെഡ് സ്റ്റോക്ക് ആയിട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അത് എൻ്റെ വീഡിയോ കേൾക്കുന്ന ആർക്കും അത് മനസ്സിലാക്കാനുള്ളതേ ഉള്ളൂ. പുതിയതായി തുടങ്ങുന്ന സൂപ്പർ മാർക്കറ്റുകളിൽ കുക്കറുകളൊക്കെ അടുക്കി വെച്ചിരിക്കുന്നത് കണ്ടാൽ ചിലപ്പോൾ ഞെട്ടിപ്പോവും. 100 കുക്കറൊക്കെ അടുക്കി വെച്ചിരിക്കുന്ന സൂപ്പർ മാർക്കറ്റ് റീസെന്റ് ആയിട്ട് ഞാൻ കണ്ടു. ഒരു പീസ് പോലും ഒരു ദിവസം വിറ്റ് പോയില്ല. അപ്പം ഈ പറയുന്ന രീതിയിൽ കാര്യങ്ങൾ പഠിച്ച് ചെയ്താൽ ഒരിക്കലും ഡെഡ് സ്റ്റോക്ക് വരില്ല. പഠിക്കാതെ മറ്റുള്ളവർ കാണിക്കുന്നത് കണ്ട് വലിയ ക്വാണ്ടിറ്റി എടുത്തു വെച്ച് ബിസിനസ് ചെയ്യാമെന്ന് എല്ലാവരും വ്യാമോഹിക്കരുത്. അത് നടക്കില്ല. ആ ഏരിയയിലെ കസ്റ്റമറുടെ പർച്ചേസിങ് കപ്പാസിറ്റി നമ്മൾ പഠിച്ചേ പറ്റൂ. 100% അത് പഠിച്ചേ പറ്റൂ. അതെങ്ങനെ പഠിക്കും? നമുക്കൊരു ഹൈപ്പർ മാർക്കറ്റോ സൂപ്പർ മാർക്കറ്റോ ഇല്ലെങ്കിൽ നമ്മുടെ കോമ്പറ്റീറ്റർ ആകാൻ പോകുന്ന ആ വ്യക്തിയുടെ ഹൈപ്പർ മാർക്കറ്റിൽ പോയി അത് പഠിക്കണം. അതെങ്ങനെ പഠിക്കും? അകത്ത് കയറി പഠിക്കാൻ പറ്റുമോ? പറ്റും.
പറ്റും. അതിനൊക്കെ പല മാർഗങ്ങളുണ്ട്. എല്ലാവരും ചെയ്യുന്നതാ, ആരും ചെയ്യാതെ ഒന്നും ഇരിക്കുന്നില്ല. അപ്പൊ അങ്ങനെ ഒരു നല്ല സർവേ ഇതിന്റെ പുറകിൽ നടത്തുകയും എക്സ്പീരിയൻസ് ഉള്ള പർച്ചേസ് സ്റ്റാഫിനെ വെക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ ഡെഡ് സ്റ്റോക്ക് ഒഴിവാക്കാൻ പറ്റുള്ളൂ. ഈ ഡെഡ് സ്റ്റോക്ക് കൊണ്ട് നശിച്ചു പോയ ഒത്തിരി സൂപ്പർ മാർക്കറ്റ്, ഹൈപ്പർ മാർക്കറ്റുകളുണ്ട്. ഇത് മാർക്കറ്റ് ട്രെൻഡ് അനുസരിച്ച് ഐറ്റം മാറി വരും. ഇപ്പൊ തന്നെ എത്രയോ ഐറ്റംസ് ആണ് പുതിയത് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഗ്ലാസുകൾ തന്നെ എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സെറാമിക് പ്രോഡക്റ്റുകൾ എടുത്തു കഴിഞ്ഞാൽ, എല്ലാ മാസവും പ്രോഡക്റ്റ് ചേഞ്ച് ആകുക. വലിയ ക്വാണ്ടിറ്റി എടുത്ത് ഡിസ്പ്ലേ ചെയ്താൽ പിറ്റേ മാസം അതിന് ഡിസൈൻ ചേഞ്ച് ചെയ്യുക. കസ്റ്റമർ വന്നിട്ട് കസ്റ്റമർ അത് ഓൺലൈനിൽ നോക്കി ഇതുണ്ടോ, ഈ ടൈപ്പ് ഉണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പം പഠിച്ച് മാത്രം പർച്ചേസ് ചെയ്യുക. പഠിക്കാതെ പർച്ചേസ് ചെയ്താൽ ഒരു കാരണവശാലും സ്ഥാപനം മുന്നോട്ട് പോവില്ല. പർച്ചേസ് രണ്ട് രീതിയിൽ ചെയ്യാം. പഠിച്ചും ചെയ്യാം, പഠിക്കാതെയും ചെയ്യാം. പഠിച്ച് പർച്ചേസ് ചെയ്താൽ സ്ഥാപനം മുന്നോട്ട് പോകും. ബ്ലൈൻഡ് ആയിട്ട് പർച്ചേസ് ചെയ്താൽ നമ്മുടെ സ്ഥാപനം അതോടുകൂടി തീരും. പർച്ചേസറെ ഡിപ്പെൻഡ് ചെയ്താണ് ഒരു സ്ഥാപനത്തിന്റെ വളർച്ച ഒരു പരിധി വരെ മുന്നോട്ട് പോകുന്നത്. നമുക്ക് സെയിലല്ല ലാഭം വേണ്ടത്, പർച്ചേസിലാണ് ലാഭം വേണ്ടത്. ഈ പർച്ചേസിൽ ലാഭം വന്നെങ്കിലേ സെയിലിൽ ലാഭം വരുള്ളൂ, ഇല്ലെങ്കിൽ സെയിലിൽ ലാഭം വരികയില്ല. കോമ്പറ്റീറ്ററുടെ പ്രൈസ് മനസ്സിലാക്കി തന്നെയാണ് കസ്റ്റമർ നമ്മുടെ ഷോപ്പിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഫ്ലോറിലേക്ക് കയറുന്നത്. അത് നമ്മൾ എത്ര വലിയ കസ്റ്റമർ സർവീസ് കൊടുത്താലും, എത്ര വലിയ ഓഫറുകൾ കൊടുത്താലും കസ്റ്റമറുടെ മൈൻഡ് സെറ്റ് മാറ്റുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. സ്ഥിരമായിട്ട് പർച്ചേസ് ചെയ്യുന്ന ഒരു ഷോപ്പിൽ നിന്നും നമ്മൾ തുടങ്ങുന്ന പുതിയ ഷോപ്പിലേക്ക് കസ്റ്റമർ കയറണമെന്നുണ്ടെങ്കിൽ കസ്റ്റമറുടെ മൈൻഡ് സെറ്റ് തന്നെ മാറണം. അത് നമ്മുടെ ഷോപ്പിന്റെ ഡിസ്പ്ലേയുടെ ബ്യൂട്ടി, നമ്മുടെ കസ്റ്റമർ സർവീസ്, സ്റ്റാഫിന്റെ കസ്റ്റമർ സർവീസ്, അതുപോലെ നമ്മളുടെ ക്വാളിറ്റി, നമ്മുടെ പ്രോഡക്റ്റിന്റെ പ്രൈസ്, ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമുക്ക് സെയിൽ കിട്ടുന്നത്. അപ്പം ഈ രീതിയിൽ ചിന്തിച്ച് മാത്രം പർച്ചേസ് ചെയ്യാൻ നിങ്ങളുടെ പർച്ചേസർക്ക് ഇൻഫർമേഷൻ നിങ്ങൾ പാസ് ചെയ്യുക. പർച്ചേസറുടെ റിപ്പോർട്ടുകൾ കൃത്യമായിട്ട് വാങ്ങിക്കുക. സെയിൽ ചെയ്ത ഐറ്റംസിന് എഗനസ്റ്റ് ആയിട്ടാണോ അടുത്ത പർച്ചേസ് പോയിരിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരാഴ്ചയിൽ 10 പീസേ പോകുന്നുള്ളൂ, അല്ലെ ഒരാഴ്ചയിൽ 25 പീസ് വിൽക്കുമെങ്കിൽ അടുത്ത ആഴ്ച 30 പീസിൽ കൂടുതൽ പർച്ചേസ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പം ഓഫർ കിട്ടില്ല, സ്കീം കിട്ടില്ല എന്നൊക്കെ പറയും. പർച്ചേസ് ഓർഡർ ഇഷ്യൂ ചെയ്തോ, സ്കീമിന് 100 പീസിന് പർച്ചേസ് ഓർഡർ ഇഷ്യൂ ചെയ്തോ, കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ എടുത്തു വെക്കുന്നത് 25 പീസ് വെച്ച് 4 പ്രാവശ്യമായിട്ട് എടുത്തു വെക്ക്, സാധിക്കും. അതൊക്കെ പറ്റുന്ന കാര്യമാണ്. അതൊക്കെ സപ്ലയർ നമുക്ക് ചെയ്തു തരും. അപ്പൊ അതുകൊണ്ട് ഡെഡ് സ്റ്റോക്ക് ഒഴിവാക്കി തന്നെ സൂപ്പർ മാർക്കറ്റ്, ഹൈപ്പർ മാർക്കറ്റ് മുന്നോട്ട് പോകണം. പോയില്ലെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ മുങ്ങിപ്പോകും. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കുക. കൂടുതൽ ഡിസ്കഷനായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. താങ്ക് യു വെരി മച്ച്.